ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യം ഒരു കപ്പ് പത്തിരിപ്പൊടിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത്. അതെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ഇടുക. പിന്നെ പാകത്തിന് ഉപ്പ്. ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പാകത്തിന് പൊങ്ങി വരും. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചരിയിൽ ഉണ്ടാക്കാം. പച്ചരിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിനെക്കാട്ടി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നോർമലി പത്തിരിപ്പൊടി കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. രണ്ടിലും ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ മുണ്ടക്കറി, കടലക്കറി ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാനിന്ന് ഉണ്ടാക്കുന്ന സാധാ നോർമൽ ചമ്മന്തിയാണ്. എൻ്റെ വീഡിയോ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ആദ്യം ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ, ഉപ്പ് ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അങ്ങനെ ഇതിലേക്ക് അരച്ചെടുത്ത നമ്മുടെ ചമ്മന്തിയിലോട്ട് ആദ്യം എണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുകിട, കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇതിലേക്ക് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചമ്മന്തിയിലോട്ട് ഇതെല്ലാം ആഡ് ചെയ്യുക. അങ്ങനെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ജീരകം ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം പെരുംജീരകം ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ആഡ് ചെയ്യാം.